ശ്രീ രഞ്ജിത്ത്, ഹൈക്കോടതിയിൽ നിന്നും ഒടുവിൽ WCCയുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് അനുകൂലമായി സെറ്റുകളിൽ ഇനി പരാതി പരിഹാരം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ പരാതി പരിഹാരത്തിന് ഒരു സംവിധാനം ഉണ്ടാകണമെന്നുള്ള തീരുമാനം വന്നിരിക്കുന്നു. ഒരു പതിറ്റാണ്ടുകളായി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംവിധായകനും ഒക്കെ ആയിട്ടുള്ള നടനും എഴുത്തുകാരനും ഒക്കെ ആയിട്ടുള്ള രഞ്ജിത്ത് എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത്? തികച്ചും സ്വാഗതാർഹമായ കാര്യമാണ് ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത്. ഇതിനകം തന്നെ ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട മറ്റ് സംഘടനകളുടെ ആളുകളോടൊക്കെ സംസാരിക്കാനിട വന്നപ്പോഴൊക്കെ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എല്ലാവരും അനുകൂലമായ നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് പലരും പറയുമ്പോഴും ഇപ്പോൾ ഒടുവിൽ വന്നിട്ടുള്ള സിനിമകളിൽ പോലും നമുക്കത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ചിത്രീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ സെറ്റുകളിൽ പോലും പലതും ഇത് ഉണ്ടായിട്ടില്ല. ഇത്തരം പോഷ് എന്ന് പറയുന്ന ഒരു നിയമം വന്നിട്ടുണ്ടെങ്കിൽ പോലും അപ്പോൾ അത് ഇനി ഉത്തരവാദിത്വത്തോടു കൂടി നടപ്പാക്കാൻ മുതിർന്ന സംവിധായകരടക്കം തയ്യാറാകണ്ടേ? അപ്പോഴല്ലേ ഇത് ഒരു കൃത്യമായിട്ടത് ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ. രഞ്ജിത്ത്, അതെ, തീർച്ചയായിട്ടും ഇതിപ്പോ കോടതി വിധിയെ മാനിച്ചുകൊണ്ട് ഇനി ആ ഉത്തരവാദിത്വം എല്ലാ സംഘടനകളും അംഗീകരിക്കുകയും വേണം, അവരത് പ്രാവർത്തികമാക്കുകയും വേണം. അതവർ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. രഞ്ജിത്തിന്റെ ഒക്കെ ഭാഗത്തു നിന്ന് ഏതായാലും വിധി നടപ്പാക്കാൻ സഹപ്രവർത്തകരോട് ആവശ്യപ്പെടുകയും നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യും. അല്ല, അതിപ്പോ പ്രധാനമായും നമ്മൾ സാംസ്കാരിക വകുപ്പ് കൈയാളുന്ന മന്ത്രി ശ്രീ സജി ചെറിയാൻ, അവരുടെയൊക്കെ ഇനിഷ്യേറ്റീവ് ഉണ്ടാവും. എല്ലാ സംഘടനകളുമായി അപ്പൊ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി KSFDC ചെയർമാൻ ശ്രീ ഷാജിയൻ കരുണയും എന്നെയും സാംസ്കാരിക വകുപ്പ് വിളിച്ചിരുന്നു. അങ്ങനെ എല്ലാ സംഘടനകളെയും പ്രതിനിധികളെ വിളിച്ചു ചേർത്ത് ഉടനെ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും തോന്നുന്നു.